ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും 24-ന്റെ മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മറ്റൊരു ദിനം, മറ്റൊരു വാർത്തോദയമാണ്. 24-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വാർത്തകൾ സംഭവിക്കാൻ പോകുന്ന സമയം കൂടിയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണ് എന്നറിയാനുള്ള സമയം. അതേസമയം പൊതുവായി കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ആരോഗ്യ സംരക്ഷണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ രണ്ടും കൂടി ചേർത്തുള്ള ചേരുവയാണ് മോർണിംഗ് വാക്ക്. ഇല്ല, പറയണം. അപ്പൊ ഇന്ന് 2025 ജനുവരി 28 ഇനി എന്റെ വക ഒരു ചോദ്യമുണ്ട്. മകരം എത്രയാ? കൊല്ലവർഷം 1200, മകരം 15. ഓക്കെ, ഇനി എന്റെ വക ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ പറയും ഇങ്ങനെ പെട്ടെന്ന് പ്രായമാകുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതിന്റെ കാരണം എന്താണെന്നറിയാമോ? സ്ട്രെസ്. ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രെസ് പറഞ്ഞിരിക്കുന്നത് സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രായമാകും, നമ്മുടെ മെമ്മറി കുറയും, അതേപോലെ ഡിപ്രഷൻ കൂടും, നമ്മുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രായമാകാതിരിക്കാൻ, യങ് ആയിരിക്കാൻ, ചിയർഫുൾ ആയിട്ടിരിക്കാൻ ഏറ്റവും നല്ല സ്ട്രെസ് കുറയ്ക്കാൻ. ഇനി സ്ട്രെസ് കുറയ്ക്കാനുള്ള ഒരു നല്ല മാർഗമാണ് മോർണിംഗ് വാക്ക്. യെസ്, അപ്പൊ എവർഗ്രീൻ ക്രിസ്റ്റീന ചെറിയാന്റെ ആ ഒരു സന്ദേശവും ആ മെസ്സേജും ഒക്കെ പ്രേക്ഷകർ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? മോർണിംഗ് വാക്ക് തുടങ്ങാം. നിങ്ങളിൽ എത്ര പേർ റെഡിയായി മോർണിംഗ് വാക്കിനായി, ജോഗിങ്ങിനായി റെഡിയായി നിൽക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അറിയിക്കുക. നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ പോരട്ടെ. അപ്പോൾ വാർത്തകൾ നമ്മൾ ഒരുമിച്ച് പറയുന്നു, വിശേഷങ്ങൾ കേൾക്കുന്നു, നിങ്ങളുടെ വർത്തമാനങ്ങൾ അറിയുന്നു. അതെല്ലാം ചേർത്താണ് നമ്മൾ പോകുന്നത്. മോർണിംഗ് വാക്കിന് നമ്മൾ റെഡിയാണ്. ഇന്ന് നമ്മളുള്ളത് കൊന്തുരുത്തി റിവർ വ്യൂ പാർക്കിലാണ്. വളരെ മനോഹരമായ ഒരു പാർക്കാണ്. ചെറിയ പാർക്കാണെങ്കിലും ഇവിടുന്ന് ഉള്ള കാഴ്ചകൾ അതിഗംഭീരമാണ്. വൈകാതെ ഒന്ന് വെളിച്ചം വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വാർത്തകളിലേക്ക് തുടങ്ങാം അല്ലേ? അതെ, എന്നാലും പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടെ ഒരു സൂപ്പർ സുപ്രഭാതം ആശംസിക്കുന്നു. യെസ്, അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ ഈ മണിക്കൂറിൽ. നമ്മൾ മോർണിംഗ് വാക്ക് നടന്നു തുടങ്ങുകയാണ്. ആ സമയത്ത് വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നു. ഒരുപക്ഷെ ഇന്ന് സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്ത് എന്ന് പ്രേക്ഷകർ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു. അതിനിടയിൽ ഒരു പ്രത്യേക വാർത്ത ശ്രദ്ധിച്ചു കാണും. കഴിഞ്ഞ രാത്രിയിൽ നടന്ന സംഭവമാണെന്ന് തോന്നുന്നു. തൃശൂർ മാള ഹോളി ഗ്രേസ് കോളേജിൽ നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡി-സോൺ കലോത്സവത്തിനിടെ SFI KSU സംഘർഷമുണ്ടായി എന്നാണ് ആ വാർത്ത. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതെ, ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു ഈ സംഘർഷത്തിന് കാരണം? അതേപോലെ തന്നെ ഈ സംഘർഷത്തിൽ പരിക്കേറ്റ കുട്ടികളുമായി ആംബുലൻസിൽ പോകുമ്പോൾ ആംബുലൻസും ആക്രമിക്കപ്പെട്ടെന്ന വിവരമുണ്ടല്ലോ. പ്രജിൻ, ക്രിസ്റ്റിന, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയാണ് ഹോളി ഗ്രേസ് കോളേജിൽ ഈ ഡി-സോൺ കലോത്സവത്തിനിടെ സംഘർഷം ഉണ്ടാകുന്നത്. അത് ഈ വിധി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇത് മത്സരാർത്ഥികളും അതുപോലെ തന്നെ സംഘാടകരും തമ്മിലുള്ള തർക്കമായിരുന്നെങ്കിൽ പിന്നീട് സ്ഥിതി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് SFI ഏറ്റെടുക്കുന്നു, മറുഭാഗത്ത് UDSFും അണിനിരക്കുന്നു. അങ്ങനെ UDSF-SFI സംഘർഷം എന്ന നിലയിലേക്ക് മാറി. ഈ തവണത്തെ യൂണിയൻ ഭരിക്കുന്നത് MSFും KSUവും ചേർന്നാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ സംഘാടനത്തിൽ പിഴവുണ്ട് എന്ന ആരോപണമായിരുന്നു. അങ്ങനെയാണ് ആദ്യഘട്ട സംഘർഷം നടക്കുന്നത്. കേരളവർമ്മ കോളേജിലെ SFI പ്രവർത്തകർക്കടക്കം ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ SFI പ്രവർത്തകരുടെ എണ്ണവും ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് കുറവായിരുന്നു. ഇതോടുകൂടി കൂടുതൽ SFI പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് സംഘടിച്ചെത്തുന്നു. KSU SFI പോരെ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുമായിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ടുകൊണ്ട് ഇവരെ നിയന്ത്രിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് വിഫലമായതോടുകൂടി പോലീസ് തന്നെ ലാത്തി വീശുന്ന കാഴ്ചയാണ് അവിടെ ഉണ്ടായത്. ഇതിനിടയിൽ ഈ പരിക്കേറ്റ കുട്ടികളെ അടക്കം ആശുപത്രിയിലേക്ക് മാറ്റി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ കേരളവർമ്മ കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ തൃശൂർ മെഡിക്കൽ കോളേജിലടക്കം അതോടൊപ്പം തന്നെ ചില സ്വകാര്യ ആശുപത്രികളിലും ഈ കുട്ടികളെ പ്രവേശിപ്പിച്ചു. പുലർച്ചയോടുകൂടി KSU ജില്ലാ പ്രസിഡന്റ് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിൽ ഈ KSU ജില്ലാ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന ആംബുലൻസും അടിച്ചു തകർത്തുവെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. KSU ജില്ലാ പ്രസിഡന്റ് പിന്നീട് സമീപത്തെ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചു. ഈ കൊരട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറി വരുന്ന KSU നേതാവിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലത്തെ രാത്രി തീർത്തും ഹോളി ഗ്രേസിലെ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘർഷഭരിതമായിരുന്നു എന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. SFI KSU എന്ന തലത്തിൽ ആദ്യഘട്ടത്തിൽ ഇത് മത്സരാർത്ഥികളും സംഘാടകരായ MSFും KSUവും നേതൃത്വം കൊടുക്കുന്ന യൂണിയനും തമ്മിലുള്ള തർക്കമായിരുന്നുവെങ്കിൽ SFI KSU സംഘർഷമായി അടിമുടി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഇത് മാറിയിരിക്കുന്നു. ഇന്നലെ രാത്രി നടക്കേണ്ടിയിരുന്ന എല്ലാ മത്സരങ്ങളും മാറ്റിവെച്ചു. ഇന്നിനിപ്പോൾ കലോത്സവം നടക്കുന്നത് സംബന്ധിച്ചും അനിശ്ചിതത്വം തുടരുകയാണ്.
ക്രിസ്റ്റീന പ്രജിത്ത്. സൂരജ്, അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റൊക്കെ വിദ്യാർത്ഥികളുടെയൊക്കെ നില എന്താണ്? ഇതൊരു കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷമാണ്, പക്ഷെ ആ രീതിയിൽ ഇത് സംഘടനകൾ തമ്മിലുള്ള സംഘർഷമായി മാറാനുണ്ടായ സാഹചര്യം എന്താണ്? നേരത്തെ തർക്കം നിലനിൽക്കുന്ന സംഘടനകൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഒരു ക്യാമ്പസ് ആണോ അത്? അത്തരം വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രജിൻ, ഇത് സംഘർഷത്തിലേക്ക് വഴിവെച്ചത് കുറച്ചു ദിവസമായി ഉണ്ടായ സംഘാടന പിഴവ് തന്നെയായിരുന്നു. ഈ കലോത്സവം തുടങ്ങിയപ്പോൾ 3 ദിവസം പിന്നിടുന്നു. അതിനിടയിൽ തുടർച്ചയായ പരാതികൾ ഉണ്ടായിരുന്നു. അതായത് ഈ ഫലങ്ങളും പ്രസിദ്ധീകരിക്കാൻ മണിക്കൂറുകൾ വൈകുന്നു. അതോടൊപ്പം തന്നെ മത്സരങ്ങൾ തുടങ്ങാൻ മണിക്കൂറുകൾ വൈകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കുട്ടികൾ തുടർച്ചയായി രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ ഈ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കേരളവർമ്മ കോളേജ് ആണ് ഡിസോണിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കോളേജാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് ഈ ഫലം പ്രഖ്യാപനം അടക്കം വൈകുന്നത് തങ്ങൾക്ക് ഏതെങ്കിലും വിധി നിർണയത്തിൽ അപ്പീൽ അടക്കം നൽകുന്നതിന് തടസ്സമാകുന്നു എന്ന പരാതി നേരത്തെ തന്നെ കേരളവർമ്മ കോളേജ് ഉയർത്തിയതാണ്. അതായത് ഈ ഫലം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപ്പീൽ നൽകണമെങ്കിൽ ആ അപ്പീൽ നൽകണം. അത് നൽകാൻ കഴിയാത്ത ഈ ഫലം വൈകുന്നത് മൂലം അതുപോലും നൽകാൻ കഴിയുന്നില്ല എന്ന തരത്തിലൊക്കെ കഴിഞ്ഞ ദിവസം കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്നലെയും ഇത്തരത്തിൽ ഈ വിധി നിർണയത്തിൽ അപാകതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ നാടക മത്സരം നടക്കുന്ന സമയത്ത് ഈ അവിടെ മത്സരാർത്ഥികൾ കയറി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടി KSUവിന്റെയും MSFന്റെയും ഒക്കെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഈ മത്സരാർത്ഥികളെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നു. അത് ഒരു കയ്യാങ്കളിയിലേക്ക്, മത്സരാർത്ഥികളും KSU പ്രവർത്തകരും തമ്മിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് പോകുന്നു. ഇന്നലെ രാത്രി നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ദൃശ്യത്തിലുണ്ടായിരുന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് വലിയൊരു മുളവടി ഏന്തിക്കൊണ്ട് മർദ്ദിക്കുന്നതായിരുന്നു. പക്ഷെ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് SFI KSU സംഘർഷം എന്ന നിലയിലേക്ക് ഇത് മാറി. സൂരജ് സജ്ജിയാണ് വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേർന്നത്. അപ്പോ തുടക്കത്തിൽ തന്നെ അടി വാർത്തയാണ് നൽകിയത്. പക്ഷെ സ്ട്രെസ് എടുക്കാൻ പാടില്ല ഈ വാർത്തയൊന്ന് കേട്ടാൽ. പക്ഷെ വാർത്തയൊക്കെ വാർത്തയായിട്ട് തന്നെ കണ്ടുപോവാം. രണ്ടാമത്തെ തവണയാണ് സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ. തീർച്ചയായിട്ടും സ്ട്രെസ് അല്ലല്ലോ. അപ്പോ പക്ഷേ ഈ പറഞ്ഞ പോലെ അത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ ഒന്നാണ്. വിദ്യാർത്ഥി തമ്മിലുള്ള സംഘർഷം അത് ഈ രീതിയിലൊക്കെ മാറുന്നത് അത്ര നല്ല കാര്യമല്ല. പക്ഷേ അത് പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്നതായതുകൊണ്ടാണ് അത് ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇനി കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. അതിന് പിന്നാലെ ആയിരുന്നു ഇന്നലെ മാധ്യമങ്ങളെല്ലാം 24 അടക്കം ആ വാർത്ത വളരെ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അതിന്റെ തുടർ വാർത്ത എന്താണ് എന്ന് നമുക്ക് നോക്കാം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊല കേസിലെ പ്രതി ചെന്താമരയെ കണ്ടെത്താൻ കഴിയാതെ പോലീസ്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി നാട്ടുകാരും പോലീസും ചേർന്ന് പ്രതിക്കായി തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടെ പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നു എന്ന അഭ്യൂഹം ശക്തമാവുന്നുണ്ട്. അതെ, നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. നിഖിൽ, പ്രതിക്കായുള്ള തെരച്ചിൽ ഒരു വശത്ത് തുടരുകയാണ്. ഇപ്പൊ പല രീതിയിലും പലയിടങ്ങളിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? മറ്റൊന്ന്, ഇന്ന് കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടക്കുകയാണല്ലോ. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം തന്നെ 8 മണിയോടുകൂടി. നിഖിലിന്റെ ശബ്ദത്തിൽ എന്തോ ഒരു തടസ്സം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾക്ക് ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും പ്രേക്ഷകർ ഈ കേസ് ഇന്നലെ മുതൽ കേൾക്കുന്നുണ്ടാവും. പാലക്കാട് ജയിലിന് പുറത്തിറങ്ങിയ പ്രതി 2 പേരെ കൊല്ലുന്നു. ആ വീട്ടിലെ തന്നെ ഒരു വ്യക്തിയാണ് 5 വർഷം മുമ്പ് കൊലപ്പെടുത്തിയത്. 2019 ഇന്നലെ കൊല്ലപ്പെട്ട സുധാകരൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് 2019 ഈ ജയിലിലേക്ക് പോകുന്നത്. ഇപ്പൊ ജാമ്യം കിട്ടി ഒരു 1.5 മാസം മുൻപ് ഈ ചെന്താമര പുറത്തിറങ്ങുന്നു. അപ്പോഴും ആ പക തീരുന്നില്ല എന്നുള്ളതാണ്. ആ കുടുംബത്തെ അപ്പാടെ തകർക്കുക എന്ന രീതിയിൽ ഭീഷണി മുഴക്കിക്കൊണ്ട് വടിവാൾ ഉയർത്തിക്കൊണ്ട് പലതവണ ആ വീട്ടിൽ വന്നു എന്ന് ഈ കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ തന്നെ പറഞ്ഞതാണ്. ഈ ഇറങ്ങിയപ്പോൾ തന്നെയുള്ള ഭീഷണിയെ സംബന്ധിച്ച് പോലീസിൽ കൃത്യമായ റിപ്പോർട്ട് നൽകിയിരുന്നു, പരാതി നൽകിയിരുന്നു, നേരിട്ട് പരാതി കൊടുത്തതാണ്. പക്ഷെ അപ്പോഴൊന്നും പോലീസ് വളരെ മാത്രമല്ല മറ്റൊരു വ്യക്തിയും ഇതേപോലെ സമാനമായ പരാതി നൽകിയിട്ടുണ്ട്. കാരണം ഇയാളുടെ ഭാര്യ ഉപേക്ഷിച്ച ആ ഒരു രീതിയിലാണ് അവരുടെ വൈവാഹിക ബന്ധം. അതുകൊണ്ട് തന്നെ അയാളുടെ കുടുംബം തകർത്തത് ഇവരൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് ഇവരോട് ഈ പക സൂക്ഷിച്ചത്. അവരുടെ കുടുംബം തകർക്കാനായി നിങ്ങൾ മന്ത്രവാദം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഈ ഒരു പക തുടങ്ങുന്നത്. പക ഇങ്ങനെ വർഷങ്ങളോളം സൂക്ഷിക്കുന്നു, തിരികെ എത്തുന്നു. ഈ കൊലപാതകത്തിന് തൊട്ട് മുമ്പ് അയൽവാസികളായ ചിലരോട് പറഞ്ഞിരുന്നു, ഇത് കണ്ടോ, എന്റെ വാള് കണ്ടോ, ഇത് ഞാൻ എല്ലാവരെയും നശിപ്പിക്കുമെന്ന രീതിയിലുള്ള ആ വെല്ലുവിളികളൊക്കെ നടത്തുന്നു. അതിനുശേഷമാണ് അവരെ നോക്കുമ്പോൾ ഈ കൊലപാതകം നടക്കുന്നത്. മാത്രമല്ല ഈ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസിന് കൃത്യമായി പരാതി നൽകിയതാണ്. അപ്പോഴും പോലീസ് അത് നിസ്സംഗതയോടുകൂടി നിന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
കഴിയുന്നത്. നിഖിൽ തുടരുന്നുണ്ട്. നിഖിൽ, ഈ ചെന്താമരയ്ക്കുള്ള തിരച്ചിൽ ആ കാടും മലയും ഒക്കെ അഴിച്ചുപെറുക്കി പോലീസ് നടത്തുന്നുണ്ട്, പക്ഷേ ഒരു തുമ്പുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? ഈ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രമാത്രം ഉണ്ട്? തീർച്ചയായിട്ടും പ്രജിൻ, ഇതുവരെ ഒരു തുമ്പും പോലീസിനെ പ്രതിയെക്കുറിച്ച് ലഭിച്ചിട്ടില്ല. ഞാൻ അല്പസമയം മുൻപ് പോലും അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അവർ വലിയ തിരച്ചിൽ തന്നെ നടത്തുന്നുണ്ട്. ഈ പ്രതിയെ എത്രയും വേഗം പിടികൂടുക എന്നുള്ള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നമാണ്. കാരണം ഇത്തരത്തിൽ ജാമ്യ ഉപാധികൾ ലംഘിച്ചുകൊണ്ട് ഒരു പ്രതി നാട്ടിലിറങ്ങി നടക്കുന്നുവെന്ന് പോലീസിനെ അറിയിച്ചിട്ടും പോലീസിന് ആ കാര്യത്തിൽ വേണ്ടുന്ന ഇടപെടൽ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. ഒരു പക്ഷേ ഈ പരാതികൾ ലഭിച്ച സമയത്ത് തന്നെ, അതായത് സുധാകരന്റെ മകളുടെ പരാതിയോ അല്ലെങ്കിൽ അയൽവാസികളുടെ പരാതിയോ ഒക്കെ ലഭിച്ച സമയത്ത് തന്നെ പോലീസ് വേണ്ടുന്ന ഇടപെടൽ നടത്തി ഇയാളുടെ ജാമ്യം റദ്ദാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷേ കൊലപാതകങ്ങൾ നടക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നലെ രാത്രിയും കാടടച്ച തിരച്ചിലാണ് പ്രതിക്ക് വേണ്ടി നടത്തിയത്. പ്രതിയെ ഈ പ്രദേശത്തോട് ചേർന്ന് തന്നെ ഈ പോത്തുണ്ടിക്ക് അടുത്ത് തന്നെ വെച്ച് കണ്ടു എന്ന് നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ പോലീസും നാട്ടുകാരും ചേർന്ന് വലിയ തിരച്ചിലാണ് നടത്തിയത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസിനൊപ്പം തന്നെ നാട്ടുകാർ വലിയ അമർഷത്തിലും രോഷത്തിലുമാണ്. പ്രജിൻ, ഈ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നാട്ടുകാരും സമാനമായ രീതിയിൽ തന്നെ, അതായത് പോലീസ് എങ്ങനെ ഇടപെടുന്നുവോ അതുപോലെ തന്നെയുള്ള ഇടപെടലാണ് നാട്ടുകാരും നടത്തുന്നത്. അവരും വലിയ അമർഷത്തിലാണ്. ഇത്തരത്തിൽ 3 കൊലപാതകങ്ങൾ നടത്തുക, ഒരു വീടിന് അനാഥമാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഇവരോടുള്ള അമർഷം, ഈ പ്രതിയോടുള്ള അമർഷം പോലീസിനുള്ളത് പോലെ തന്നെ നാട്ടുകാർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ രമേശാണ് വിശദാംശങ്ങൾ നൽകുന്നത്. നാട്ടുകാരുടെ രോഷം എന്ന് പറയുന്നത് അതിന് വലിയ ന്യായീകരണമുണ്ട്. ഒരു കുടുംബത്തിലെ 3 പേരാണ് നഷ്ടപ്പെട്ടത്. ആ കുട്ടിയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അമ്മ, അച്ഛൻ, മുത്തശ്ശി, ഇത്രയും പേര് പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുന്നു. അപ്പൊ ഇന്നലെ കുട്ടി പറയാൻ, ഞാനും സാധാരണ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവനും നഷ്ടപ്പെടുമായിരുന്നല്ലോ എന്നത് ചോദിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവാം. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് ഇന്ന് പ്രിയങ്ക ഗാന്ധി MP സന്ദർശിക്കും എന്നൊരു വാർത്ത ഉണ്ട്. തുടർന്ന് അന്തരിച്ച DCC ട്രഷറർ NM വിജയന്റെ കുടുംബാംഗങ്ങളെയും പ്രിയങ്ക ഗാന്ധി ഇന്ന് കാണും. വിവരങ്ങളുമായി ചേരുന്നത് രാഹുൽ സുരേഷാണ്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രിയങ്ക ഗാന്ധി MP വരുന്നുണ്ട്. പല പരിപാടികളുമുണ്ട്. അതേപോലെ തന്നെ UDFന്റെ മലയോര ജാഥയിലും പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ആ ഒരു പരിപാടിയുടെ വിശദാംശങ്ങൾ, രാധയുടെ വീടും സന്ദർശിക്കുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, പ്രജിൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലയിലെ ഒരു പ്രത്യേക സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോഴും വയനാടിൻ്റെ ചുമതലയുള്ള വയനാട്ടിലെ MP പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് തിരികെ നോക്കുന്നില്ല എന്ന വിമർശനം CPM-ഉം BJP-യും ഒക്കെ ഉന്നയിച്ചിരുന്നു. ആ വിമർശനങ്ങൾക്കിടയിൽ കൂടിയാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തുന്നത്. രാവിലെ 11 മണിയോടെ പ്രിയങ്ക ഗാന്ധി കണ്ണൂർ എയർപോർട്ടിലെത്തും. തുടർന്ന് റോഡ് മാർഗമായിരിക്കും മാനന്തവാടിയിലെ ഈ പഞ്ചാരക്കൊല്ലിയിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്തുന്നത്. രാധയുടെ ബന്ധുക്കളുമായും പ്രിയങ്ക ഗാന്ധി സംസാരിക്കും. അവരുടെ പരാതികൾ, അവരുടെ പരിഭവങ്ങളെല്ലാം തന്നെ പ്രിയങ്ക ഗാന്ധി നേരിട്ട് മനസ്സിലാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും കഴിഞ്ഞ ദിവസം മരിച്ച DCC ട്രഷററായിട്ടുള്ള NM വിജയന്റെ വീട്ടിലെത്തുന്നത്. അതിനും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്. മറ്റൊരു പരിപാടിയുള്ളത്, ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് മാനന്തവാടിയിൽ ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ഉദ്യോഗസ്ഥരുമായി പ്രിയങ്ക ഗാന്ധി നേരിട്ട് സംവദിക്കും. ആ യോഗവും ഇന്ന് പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറുകയാണ്. മറ്റൊന്ന്, ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDFന്റെ മലയോര പ്രചാരണ ജാഥ ഇന്ന് വയനാട് ജില്ലയിലേക്ക് കയറുകയാണ്. VD സതീശൻ ഇന്ന് പഞ്ചാരക്കൊല്ലിയിലെത്തി ഈ രാധയുടെ വീട്ടിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, VD സതീശൻ നയിക്കുന്ന ഈ ജാഥയിലും പ്രിയങ്ക ഗാന്ധി ഇന്ന് കൽപ്പറ്റയിൽ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരിപാടികൾക്ക് ശേഷമായിരിക്കും ഇന്ന് പ്രിയങ്ക ഗാന്ധി ഇന്ന് വൈകിട്ടോടുകൂടി നേരെ ഡൽഹിയിലേക്ക് തിരികെ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വാർത്തകൾ വരുന്ന ഒരു ദിവസം കൂടിയാണ്. ശരി, എല്ലാ വാർത്തകളും ചൂടാറാതെ എത്തിക്കുക. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങളുമായിട്ട് ചേർന്നത്. നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനുള്ള ഈ കൊന്തുരുത്തി റിവർ വ്യൂ പാർക്കിലാണ്. മനോഹരമായ ഒരു പാർക്കാണ്, കുഞ്ഞു പാർക്കാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ കായൽ കാഴ്ചയുണ്ട്. തൊട്ടപ്പുറത്ത് ഈ പാലത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ, അത് നിരനിരയായി പോകുന്ന കാഴ്ച ഇവിടെ നിന്ന് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. വളരെ പീസ്ഫുൾ ആയിട്ടൊരു പാർക്കാണ്. ഇവിടെ രാവിലെ 5 മണിക്ക് മുൻപേ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു കുറേ പേർ, ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ എത്തി അവരിങ്ങനെ വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ട്. പ്രായഭേദമന്യേ, അതായത് നമുക്ക് ഒരു അമ്മയുണ്ട്, ഒരു അച്ഛനുണ്ടായിരുന്നു. ഇപ്പൊ അത് അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോയി. ഒരുപാട് പേര്, യുവാക്കളും പ്രായമുള്ളവരും ഒക്കെ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരോഗ്യ സംരക്ഷണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, അത്
ഇപ്പൊ പ്രജിന്റെ ആരോഗ്യമാണ് പ്രജിന്റെ ഉത്തരവാദിത്തമാണ്. അതെ, എന്റെ ആരോഗ്യം അതുകൊണ്ടാണ് എന്റെ മോർണിംഗ് വാക്കിന് ഉത്തരവാദിത്തം. ഇറങ്ങിയിരിക്കുന്നത്. അതെ. അതെ. അല്ലെങ്കിൽ സാധാരണഗതി നമ്മൾ വിചാരിക്കും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ആരെങ്കിലും കൺസേൺഡ് ആവുന്നു. അങ്ങനെയല്ല, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ തന്നെ ചിന്തിക്കണം. നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ പ്രേക്ഷകർ ഹാജരാണ്. റൺസി ഖാദിർ പറയുന്നു, എല്ലാ ദിവസം തുടങ്ങുന്നത് നമ്മളുടെ കൂടെയാണ്. ഇപ്പൊ ഹസ്ബൻഡ് ഇപ്പോൾ സൗദിയിൽ ഇരുന്ന് കാണുന്നുണ്ടാവും. ഹസ്ബൻഡിന്റെ പേര് ഷമീർ പി എ. ഒരു ഹായ് പറയാമോ? അപ്പൊ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അദ്ദേഹത്തിനും. ഹസീന ഷാജി പറയുന്നു, അന്വേഷിക്കേണ്ട സമയത്ത് പോലീസ് നോക്കി നിന്നു, എന്നിട്ട് കൊന്നു കഴിഞ്ഞിട്ട് പോലീസ് വെപ്രാളപ്പെടുന്നു, എന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. വളരെ സുപ്രധാനമായ ഒരു ചോദ്യം തന്നെയാണിത്. പിന്നെ ഷോൾ പി കെ, നൌഷാദ്, ഒരു ആന്റണി പുളിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്റെ കമന്റ് വായിക്കുന്നില്ല, ഞാൻ വടിയെടുക്കുമെന്ന്. വടിയെടുക്കണം, വായിക്കാം. ജോസ്മി ജോസ്, മിനി ബാബു, രഞ്ജിത്ത് സുകുമാരൻ, സിന മുഹമ്മദ്, റഷീദായ, പ്രവീൺ പി നായർ. അപ്പൊ ഒരു ബ്രേക്ക് എടുക്കണം എന്നുള്ളത്. ദിലീപ് പി സി പറഞ്ഞൊരു കമന്റ് കൂടി വായിച്ച് നമുക്ക് ബ്രേക്ക് എടുക്കാം. ഇന്ന് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ലാലാ ലജ്പത് റായിയുടെ ജന്മദിനമാണ്. ലാൽപാൽ ബാൽ ത്രയത്തിലെ ഒരു അംഗം കൂടിയാണ്. പഞ്ചാബ് കേസരി എന്നറിയപ്പെട്ട അദ്ദേഹമാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപന നേതാക്കളിൽ ഒരാൾ എന്നുകൂടി ദിലീപ് പി സി ഒരു ഇൻഫോ ആയിട്ട് നൽകുന്നുണ്ട്. എല്ലാ ദിവസവും തരുന്നുണ്ട്. അപ്പോ വെൽക്കം ബാക്ക്. മോർണിംഗ് വാക്ക് തുടരുകയാണ്. കൊന്തുരുത്തി റിവർ വ്യൂ പാർക്കിലാണ് നമ്മളുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇവിടുത്തെ കായൽ കാഴ്ചകളും തൊട്ടടുത്തുള്ള പാലത്തിലൂടെ പോകുന്ന വാഹനങ്ങളെയൊക്കെ നോക്കി നമ്മൾ നടക്കുകയായിരുന്നു. അപ്പോൾ വാർത്തകളിലേക്ക് വീണ്ടും തിരികെ പോകുന്നു. കോൺഗ്രസ് ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ പുനഃസംഘടന തുടങ്ങിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ മുൻകാല യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെയാണ് DCC-കളിലും ബ്ലോക്ക് കമ്മിറ്റികളിലും നിയമിച്ചത്. ഗ്രൂപ്പ് നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പുനഃസംഘടന തുടരും. താഴെത്തട്ടിലെ പുനഃസംഘടന പൂർത്തിയായ ശേഷം ചില ജില്ലകളിലെ DCC അധ്യക്ഷന്മാരെയും മാറ്റും. അതിനുശേഷം മാത്രമേ സംസ്ഥാന തലത്തിൽ പുനഃസംഘടനയുണ്ടാകൂ. ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് നീക്കം. വലിയ പരാതികളില്ലാതെ പുനഃസംഘടന പൂർത്തിയാക്കിയാൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ് കെ സുധാകരൻ. ഇനി ആഴ്ചകൾക്ക് മുൻപ് പുറത്തുവന്ന മറ്റൊരു വാർത്തയിലേക്കാണ്, അതിന്റെ അപ്ഡേറ്റിലേക്കാണ്. തിരുവനന്തപുരം കഠിനംകുളം ആതിര കൊലക്കേസ് പ്രതി ജോൺസൺ ഔസേപ്പിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ആ വാർത്ത. നേരത്തെ പിടിയിലായ ശേഷം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. പ്രതിയെ ഇന്ന് കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. എലിവിഷം കഴിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പ്രതിയെ ഇന്നലെ രാത്രിയാണ് കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആതിരയെ ജോൺസൺ ഔസേപ്പ് കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തിയത്. ഒരു വർഷം മുൻപ് ഇൻസ്റ്റഗ്രാം വഴിയാണ് കൊല്ലം നീണ്ടകര സ്വദേശിയായ പ്രതിയും ആതിരയും പരിചയപ്പെട്ടത്. കൊലപാതക ശേഷം ഒളിവിൽ കഴിയവേ കോട്ടയം ചിങ്ങവനത്ത് നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇനി കോഴിക്കോട് എന്നുള്ളൊരു വാർത്തയിലേക്കാണ്, അതിന്റെ അപ്ഡേറ്റിലേക്കാണ്. കോഴിക്കോട് താമരശ്ശേരിയിലെ ആൾക്കൂട്ട ആക്രമണത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. മധ്യവയസ്കനായ കുഞ്ഞു മൊയ്തീനെ വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾ ഒളിവിലാണ്. റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനും CPIM പ്രാദേശിക നേതാവുമായ അബ്ദുറഹിമാനാണ് കേസിലെ ഒന്നാം പ്രതി. ഇയാളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് മറ്റു പ്രതികൾ. ഞായറാഴ്ചയാണ് കുഞ്ഞു മൊയ്തീനെ 5-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. പ്രതികൾ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇനി മറ്റൊരു അപകട വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ? അത് എനിക്ക് തോന്നുന്നു അല്പസമയത്തിനും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്താണ്, സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരായ കേസുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി ഇന്നലെ പുറത്തു വന്നതാണ്. അതിന്റെ ഒരു അപ്ഡേറ്റിലേക്ക് പോകണം. അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രമുഖ നടി നൽകിയ പരാതിയിലാണ് സംവിധായകനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കലിന് കേസെടുത്തത്. സമൂഹ മാധ്യമങ്ങളിലൂടെ മോശം പ്രചാരണം നടത്തുന്നുവെന്നായിരുന്നു നടിയുടെ പരാതി. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് എളമക്കര പോലീസ് കേസെടുത്തത്. എന്നാൽ സനൽകുമാർ ശശിധരൻ കേരളത്തിൽ ഇല്ല എന്നാണ് വിവരം. ഇയാളുടെ സമൂഹ മാധ്യമ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. യെസ്, ഈ റിവർ വ്യൂ പാർക്കിൽ നിന്നുള്ള മറ്റൊരു ആംഗിളിലുള്ള ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം. ഇവിടെ വെളിച്ചമൊക്കെ വരുന്നു തുടങ്ങുന്നേ ഉള്ളൂ. കായലിൽ ഇങ്ങനെ ശാന്തമായി ഒഴുകുന്നുണ്ട്. തൊട്ടപ്പുറത്ത് വാഹനങ്ങളൊക്കെ പോകുന്നു. അങ്ങനെ എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. കുറച്ചുകൂടെ പിറകിൽ നമ്മൾക്ക് നിൽക്കുന്നതിന് കുറച്ച് മുന്നിലൊക്കെ ആയിട്ട് ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. അതെ, നമ്മൾ നോക്കുമ്പോഴേ ഇതൊരു കോംബോ പോലെയാ തോന്നുന്നത്. അതായത് ഈ വശത്ത് നോക്കുമ്പോൾ വളരെ ഗ്രാമീണമായ മരക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിദേശ രാജ്യത്തെ റോഡ് പോലെ ആ റോഡിൽ കൂടെ ഇങ്ങനെ വാഹനങ്ങൾ പോകുന്നു. അപ്പുറത്ത് വലിയ കെട്ടിടങ്ങളുണ്ട്, അമ്പരചുംബികളായ കെട്ടിടങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. അപ്പോൾ ആ രണ്ട് കോമ്പിനേഷനും കൂടെ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. അതെ, ഒരു അപകട വാർത്ത വരുന്നുണ്ടല്ലോ, നമുക്ക് അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോകണം. കോഴിക്കോട് താമരശ്ശേരിയിലാണ് ജീപ്പ് മറിഞ്ഞ് 6 പേർക്ക് പരിക്കേറ്റു എന്നൊരു വാർത്ത വരുന്നത്. പുല്ലാഞ്ഞിമെട്ടിൽ നിയന്ത്രണം വിട്ട ജീപ്പ് ഡിവൈഡറിൽ ഇടിച്ച് താഴേക്ക് മറിയുകയായിരുന്നു. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. രാഹുൽ, എന്തായിരുന്നു ഈ അപകടത്തിന് കാരണം? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
ക്രിസ്റ്റീന, പ്രജിൻ, താമരശ്ശേരി പുല്ലാഞ്ഞിമേട്ടിൽ ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയായിരുന്നു ഈ അപകടം നടക്കുന്നത്. വയനാട്ടിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന ജീപ്പാണ് റോഡിലെ ഡിവൈഡറിലിടിച്ച് താഴേക്ക് മറിഞ്ഞത്. 6 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കൊണ്ടോട്ടി സ്വദേശികളായ അസീം, മലപ്പുറം സ്വദേശിയായ ഷാനിദ്, നിയാസ്, ആദിൽ റമീസ്, കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അമീൻ, നന്മട സ്വദേശിയായിട്ടുള്ള ഷാദിൽ തുടങ്ങി 6 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ പരിക്കേറ്റ 6 പേരെയും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മുക്കം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതേസമയം ജീപ്പ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ക്രിസ്റ്റീന. രാഹുൽ സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ആൾക്കാർക്ക് പരിക്കില്ല എന്നതൊരു ആശ്വാസമാണ്. ഇനി നമ്മൾ ആ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അയ്യോ, എന്ത് ഭംഗിയുള്ള ദൃശ്യങ്ങളാ അല്ലേ? ഇതിന്റെ ഒരു എന്താണ് പറയുക, അത്രയും അകലെയാണ്. അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ അതിന്റെ ശബ്ദമൊന്നും ഇവിടെ വലിയ രീതിയിൽ ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പാർക്ക് കൂടിയാണിത്. ഇവിടുത്തെ ഈ പാർക്കിലുള്ള ഓപ്പൺ ജിം അത് വളരെ സജീവമായിട്ട് ഇപ്പോഴുണ്ട്. ഒരുപാട് ആൾക്കാർ ഒന്നിനു പിറകെ ഒന്നായി ആ ജിമ്മിലേക്ക് വന്ന് അവിടുത്തെ കസരത്തൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോവാം. നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിനുള്ള അനന്തമായ സാധ്യതകളാണ്. കാരണം നമുക്ക് ഈ ഒരു മേഖലയിൽ അങ്ങനെ ഒരു തുറമുഖമില്ല. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ കേരളത്തിന്റെ വികസനത്തിന് അത് വലിയ മുതൽക്കൂട്ടായിരിക്കും. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു രാജ്യാന്തര കോൺക്ലേവിന് ഇന്ന് തുടക്കമാവുകയാണ്. രാവിലെ 10-ന് തിരുവനന്തപുരം ഹയാത്ത് റീജൻസിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 2 ദിവസങ്ങളിലായി 7 വിഷയങ്ങളിൽ പ്രസന്റേഷനും 4 വിഷയങ്ങളിൽ പാനൽ ചർച്ചകളും 3 ഫയർ സൈഡ് ചാറ്റുകളുമാണ് പ്രധാനമായും നടക്കുക. വിദേശത്തു നിന്നുൾപ്പെടെ 300 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. നിരവധി വിദേശ കമ്പനികളുടെ പ്രതിനിധികളുമൊക്കെ ഈ കോൺക്ലേവിൽ പങ്കെടുക്കും. ഒപ്പം KSIDCയുടെ ആഭിമുഖ്യത്തിൽ ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സുമായി സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിരവധി സഹകരണത്തിനുള്ള നിക്ഷേപങ്ങളുടെ സഹകരണത്തിനുള്ള ധാരണാപത്രവും കൂടെ ഇന്ന് ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിരിക്കുകയാണ്. ഒരുപാട് പ്രേക്ഷകർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ചാക്കോച്ചൻ തോമസ്, ജോൺ KS, ബെൽസ് ജോസഫ്, അച്ചു PM, ഷാനിബ് P. ഇന്നലെ ഷാനിബിന്റെ അമ്മയുടെ അനിയത്തിയുടെ മകന്റെ വിവാഹമായിരുന്നു. നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. റെൻസ് ഹോം, ഷീന ജോൺ, ഗുഡ് മോർണിംഗ്, നിങ്ങളുടെ ഈ കോംബോ ആണ് മോർണിംഗ് വാക്കിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നു. താങ്ക് യു. സുലൈമാൻ അബ്ദുൽ ഖാദർ, രാവിലെ തന്നെ അപകട വാർത്തകളൊന്നും കേൾക്കില്ലേ എന്ന് വിചാരിച്ചാണ് വാർത്തകൾ കേൾക്കാനായി വരുന്നത്. പക്ഷേ നമുക്ക് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തല്ലേ പറ്റൂ. സബീജ, അനൂപ്, KJ തോമസ്, ബീന പറമ്പത്ത് പറയുന്നു പ്രജിൻ ക്രിസ്റ്റീന ഡ്രസ്സ് അടിപൊളി എന്ന് പറയുന്നുണ്ട്. ഫോർ യു എന്ന് പറയുന്ന ഒരു ID എന്ന് പറയുന്ന കമന്റ്. വാർത്തകൾ ശാന്തമായി ഒഴുകട്ടെ, നാട്ടിൽ സമാധാനം നിലനിൽക്കട്ടെ.